ഹരി ഓം. എറണാകുളം സുകൃതം യജ്ഞസമിതി ഒരുക്കുന്ന സുകൃതം തീർത്ഥയാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതിൽ പേര് കൊടുത്തിട്ടുള്ളവർക്ക് എൻ്റെ നമസ്കാരം, പ്രണാമം. കുറച്ച് സീറ്റുകൾ കൂടി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം പേര് കൊടുക്കണം. എന്തിനാണ് നാം ഈ തീർത്ഥയാത്ര ചെയ്യുന്നത് എന്നാണെങ്കിൽ, ഇത്തരം തീർത്ഥയാത്രകൾ നമ്മുടെ ജീവിതത്തിന് നൽകുന്ന ആ പോസിറ്റീവ് എനർജി, അത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടുനീളം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജവും കരുത്തും നൽകും. നമുക്കറിയാം, ഭാരതം ഋഷി പരമ്പരകളുടെ ഭൂമിയാണ്. ഋഷിവര്യന്മാരുടെ തപോഭൂമിയിൽ കുറച്ചു നേരം ചെലവഴിക്കാൻ സാധിക്കുന്നതെന്ന് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ഈ തീർത്ഥയാത്രയിൽ നമ്മൾ പോകുന്ന രണ്ട് പവിത്ര ആശ്രമങ്ങൾ, ഒന്ന് ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയിൽ ആ വിജ്ഞാന തേജസ്സായി ജ്വലിച്ചുയർന്ന സ്വാമി അരബിന്ദോ, അദ്ദേഹത്തിൻ്റെ പോണ്ടിച്ചേരിയിലെ അരബിന്ദാശ്രമം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മെഡിറ്റേഷൻ കേന്ദ്രമുണ്ട്. അവിടെ കുറച്ചു നേരം നമുക്ക് ധ്യാനനിരതരാവാം. അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ സൂര്യ തേജസ്സായ ജ്ഞാനനക്ഷത്രമായ രമണ മഹർഷി, തിരുവണ്ണാമലയിലെ രമണാശ്രമം, അവിടെ കാലുകുത്താൻ സാധിക്കുന്നതന്നെ വളരെ ജന്മസുകൃതമായിട്ടാണ് പലരും കരുതുന്നത്. പോൾ ബ്രണ്ടനെ പോലുള്ള യുക്തിവാദികളുടെ ജീവിതം മാറ്റിമറിച്ച് അവരിൽ ആത്മീയ ചൈതന്യം ഉണർത്തിയ രമണ മഹർഷിയുടെ തപോഭൂമി, മഹാത്മാക്കളായ മഹാത്മാഗാന്ധി, നാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ, ഉത്തരദേശങ്ങളിലെ നിരവധി മഹാന്മാർ, അവരെല്ലാം സന്ദർശിച്ച് പവിത്രമാക്കിയ രമണാശ്രമം, രമണ മഹർഷിയുടെ തപോഭൂമി, ആ തിരുവണ്ണാമല, അവിടെയും നമുക്ക് ദർശനം നടത്തി ജീവിതത്തിൽ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ ഈ പവിത്ര ഭൂമികളിലെല്ലാം പോയി നമുക്കും ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് ഊർജം, സൗരഭ്യം നമുക്കും ഏറ്റുവാങ്ങാം. അനുഗ്രഹീതമായ ഈ യാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്നേഹഹൃദയത്തോടെ പാട്ടുകൾ പാടി, ഭജനകൾ പാടി, നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് ഒരു കുടുംബമായി ഒരേ മനസ്സോടെ നമുക്ക് യാത്ര ചെയ്യാം. ഇതൊരു സൗഭാഗ്യമാണ്. ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സുകൃതമാണ്. സുകൃതം കുടുംബമൊരുക്കുന്ന ഈ തീർത്ഥയാത്രയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ